ഹിന്ദുസ്ഥാനി സംഗീതത്തിന് കേരളത്തിൽ വേരുകൾ നൽകുന്നതിന് പ്രധാന പങ്കുവഹിച്ച ഒരു സംഗീതജ്ഞനാണ് ഇന്ന് നമ്മളുടെ അതിഥിയായി എത്തുന്നത്. മറ്റാരുമല്ല, നമ്മളുടെ എല്ലാം സ്വന്തം പണ്ഡിറ്റ് രമേശ് നാരായണൻ ജി. വിനയപൂർവ്വം ഏറെ സ്നേഹത്തോടെ ആഹ്ലാദത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ രമേശ് നാരായണൻ. നമസ്കാരം. ട്രിവാൻഡ്രത്ത് വരുമ്പോ തൊട്ട് പരിചയമുള്ള 90s 80 എൻ്റെ പാട്ട് പാടി ഓർമ്മയില്ല. അതെ, ആദ്യം വന്നപ്പോൾ തൊട്ട് എൻ്റെ ഒരു സുഹൃത്തും അതുപോലെ തന്നെ എൻ്റെ ഒരു സഹോദരനുമാണ് ശ്രീ രമേശ് നാരായണൻ. എത്രയോ നല്ല പാട്ടുകൾ. കാരണം അദ്ദേഹം ചെയ്തതിൽ ഈ ഒരു ക്ലാസ് അല്ലാത്ത ഒരു പാട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം. എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരെടുത്ത് പറയാനുണ്ടോ? അല്ല, ഇത് അത്യാവശ്യമായിരുന്നു. ഇത് ഉണ്ടായിരുന്നില്ല എവിടെയും, ഒരു ചാനലിലും ഇത് ഉണ്ടായിരുന്നില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാര്യം പണ്ട് അവരായിരുന്നു നമ്മുടെ പല വേദികളെയും സന്തോഷിപ്പിച്ചതും. ഗാനമേള ഞാനും ഗാനമേളയിൽ പാടിയിട്ടുണ്ട്, ഗിറ്റാർ വായിച്ചിട്ടുണ്ട്. ബിഗിനിങ് സ്റ്റേജിൽ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഓടി നടന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയതിലും എന്നെ വിളിച്ചതിലും അമൃത TV എടുത്തും പ്രത്യേകിച്ച് താങ്കളെടുത്തും സന്തോഷം. അപ്പം പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മളോടൊപ്പം എത്തുന്ന ഗായിക കേരളത്തിലെ തന്നെ ആദ്യകാല ഗാനമേള പാട്ടുകാരിൽ ഒരാളാണ്. ഈ ഗായിക മാപ്പിളപ്പാട്ടിന്റെ തുടക്കക്കാരി കൂടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റാരുമല്ല, കോഴിക്കോട് നിന്നും എത്തുന്നു സിബല്ല സദാനന്ദൻ. വെൽക്കം സിബല്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിബല്ല സദാനന്ദൻ. എനിക്ക് 68 വയസ്സ്. 1972 ഒരു സംഗീത മത്സരത്തിൽ ഗോൾഡ് മെഡൽ ലഭിച്ചതോടുകൂടിയാണ് ഞാൻ എൻ്റെ സംഗീതം ആരംഭിച്ചത്. 1973 തൊട്ടാണ് ഞാൻ വേദികളിലൊക്കെ പാടിത്തുടങ്ങിയത്. ഗാനമേളകളിൽ കൂടിയാണ് കൂടുതൽ പാടിയെങ്കിലും അതിനുശേഷം ലളിതഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, നാടകഗാനങ്ങൾ അങ്ങനെ ധാരാളം പാടിയിട്ടുണ്ടായിരുന്നു. ലളിതഗാനത്തിലാണ് എനിക്ക് 2005 കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിച്ചത്. എൻ്റെ സംഗീത ജീവിതം 50 വർഷം പൂർത്തിയാകുന്ന ഈ ഒരു വേളയിൽ അമൃത TVയുടെ പാടാം നേടാം എന്ന ഈ മെഗാ ഷോയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സിബല്ല, വർഷങ്ങൾ പോയത് അറിഞ്ഞില്ല, അറിയാതെ അല്ലേ? വർഷങ്ങൾ പോയത് അറിയാതെ വീണ്ടും ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എത്രയോ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കോഴിക്കോട് സതീഷ് ബാബു അല്ലേ? സതീഷ് ബാബു. പിന്നെ മാപ്പിള പാട്ടുകാരിയുടെ ഒരു ക്യൂനാണ്, ഒരു രാജ്ഞിയാണ്. കോഴിക്കോട് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അതിനൊരു പ്രാധാന്യം കൂടുതലാണ്. ഇപ്പൊ എത്ര വർഷമായി പാടാൻ തുടങ്ങിയിട്ട്? 50 വർഷം പൂർത്തിയാകുന്നു. 50 വർഷം പൂർത്തിയാകും. രമേശി, 50 years, 50 വർഷം. ചേച്ചിയെ ചേച്ചി ഞാൻ വിളിക്കാറ്. കാരണം എനിക്കിതൊരു ഭയങ്കര സർപ്രൈസാണ്. കാരണം രമേശ് ജി ഇവിടെ വരുമെന്നും ഇത് അറിയാതെ ഇങ്ങനെ തമ്മിൽ കാണുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ രമേശ് ജി ഞാനും ഒരേ നാട്ടുകാരാണ്. എന്റെ വീട്ടിന്റെ ഒരു 2 കിലോമീറ്റർ ഇല്ല ചേച്ചിയുടെ വീട്. ഇല്ല. ചേച്ചിയുടെ ബ്രദർ ലാംബർട്ട് ഗിറ്റാറിസ്റ്റ്, ഫേമസ് ഗിറ്റാറിസ്റ്റ്. ഞാനും അന്ന് ഗിറ്റാർ വായിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ചേച്ചിയുടെ കൂടെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഗിറ്റാർ വായിച്ചിട്ടുണ്ട് എത്രയോ വേദികളിൽ. പിന്നെ രമേശ് ജിയുടെ മൂത്ത സിസ്റ്ററാണ് രാജലക്ഷ്മി. അതെ, അവരുടെ കൂടെയാണ് 5th സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ പഠിക്കുന്നത്. സ്കൂളിലെ പാട്ടുകാരാണ്. ഇവര് രണ്ടുപേരുമാണ്
സ്കൂളിലെ പാട്ടുകാരൻ, ക്യൂൻ ഓഫ് ദി സിംഗേഴ്സ് അന്നത്തെ. ആരെങ്കിലും വിചാരിച്ചോ ഇങ്ങനെ ഒരു സംഗമം വരുമെന്ന്? ഒരിക്കലും ഇല്ല കേട്ടോ, ഒരിക്കലും ഇല്ല. പാടാം നേടാം എന്ന് പറഞ്ഞ ഇത് തന്നെയാണ് എൻ്റെ വലിയ നേട്ടം. ഒരു നേട്ടം. വേദികളിൽ ലൈവില് പാടുമ്പോൾ എൻ്റെ ചെവിയിൽ എനിക്ക് പെർഫെക്ഷൻ കേൾപ്പിച്ചു തന്നിട്ടുള്ള ഒരു പാട്ടുകാരിയാണ് അത്. അയ്യോ, അത് ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ കേൾക്കേണ്ടത്? അതെ, രാജലക്ഷ്മി ക്ലാസിക്കൽ സിംഗറായിട്ടും അധ്യാപികയായിട്ടും അവർ പോയി. ഞാൻ ഈ വേദിയിലേക്കും പോയി. അങ്ങനെ 2 വഴിയിലേക്ക് പോയി. രമേശ് ജി മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു വന്നു. അപ്പൊ അതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം.